കമലേഷ്, ഈ മറ്റൊരു വാർത്ത, ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ CMRL കരിമണൽ ഖനനം ചോദ്യം ചെയ്തുള്ള ഹർജി ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം 99 കോടിയോളം രൂപയുടെ കരിമണൽ അനധികൃതമായി CMRL കടത്തി എന്നുള്ള പരാതിയാണ് നിലനിൽക്കുന്നത്. ഈ വിഷയം ലോകായുക്ത എങ്ങനെയാണ് പരിഗണിക്കുന്നത്? വലിയ വിഷയം നിലവിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. ഇത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ മാസപ്പടി വിഷയമെല്ലാം തന്നെ CMRLുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം ഈ വീണ വിജയനല്ല അതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് മുഖ്യമന്ത്രിയാണ് എന്ന നിലയിലേക്കുള്ള ആരോപണം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നില കൂടിയുണ്ട്. ഇതിന് പിന്നാലെയാണ് ലോകായുക്തയ്ക്ക് മുന്നിൽ ഇത്തരം ഒരു ഹർജി കൂടി അല്ലെങ്കിൽ ഒരു പരാതി കൂടി എത്തുന്നത് എന്നത് സവിശേഷമായ ഒരു കാര്യമാണ്. ഈ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് S. ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് 99 കോടിയോളം രൂപയുടെ കരിമണൽ അനധികൃതമായി CMRL ഈ തോട്ടപ്പള്ളിയിൽ നിന്നും കടത്തി എന്നുള്ളതാണ്. തോട്ടപ്പള്ളിയിൽ നിന്ന് 10 ലക്ഷത്തോളം ടൺ കരിമണൽ CMRL കടത്തി എന്നതാണ് ഈ ഹർജിയിൽ ആരോപിക്കുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ കരിമണൽ എടുക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ഇതിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ പരാതിയുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയാണ് ഇത്രയും കോടിക്കണക്കിന്, അതായത് 99 കോടിയോളം രൂപയുടെ കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്നും കടത്താൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ, ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യം കൂടിയാണ് ഇതിൽ ഉള്ളത്. ഇന്ന് ഈ ഹർജി ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ്, അതായത് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, അതുപോലെ തന്നെ ഉപലോകായുക്ത ഹാരൂൺ അൽ റഷീദ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഫിജി. ശരി, കമലേഷാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.